മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഗാനം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വേദിയിൽ ആലപിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ആലാപനം. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഗാനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ആലപിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്നത് എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ സ്തുതിഗാനം ആലപിക്കുമോ എന്നൊരു കാര്യം തന്നെയായിരുന്നു. എന്നാലും ആ വാഴ്ത്തുപാട്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനാ പ്രവർത്തകർ തയ്യാറാക്കിയ വാഴ്ത്തുപാട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പാടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പത്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചതിന് പിന്നാലെയാണ് ഈ വാഴ്ത്തുപാട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഉദ്ഘാടനത്തിന് ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയ മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ അവതാരകർ അണിനിരത്തി ഗാനാലാപനം തുടങ്ങിയപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന ഒരു സംഘമായിരുന്നു ഈ ഗാനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കുമ്പോഴും വരുമ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി ഈ സദസ്സിന്റെ പുറകിൽ നിന്ന് നടന്ന വേദിയിലെ കസാരയിൽ വരുന്ന ശേഷവും തുടർന്നുള്ള ആലാപനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു സംഘമാണ് പ്രധാനമായും ഈ ഗാനാലാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ശ്രദ്ധ നേടിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഗാനം ആലപിക്കും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ഗാനം ആലപിക്കുമോ എന്നതായിരുന്നു ഏറ്റവും വലിയൊരു ചോദ്യമായി നിന്നിരുന്നത്. അതെന്തായാലും പരിസമാപ്തി വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ഗാനം എന്തായാലും ആലപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി വേദിയിലിരിക്കെ തന്നെയാണ് ഈ ഗാനം ആലപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി നിരവധി കാര്യങ്ങളടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം ഈ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ നിരവധി കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ സർവീസ് മേഖല വലിയ തോതിൽ അസ്വസ്ഥമായ ഒരു കാലം ഉണ്ടായിരുന്നു എന്നും എന്നാൽ ഒട്ടേറെ കടുത്ത പ്രതികാര നടപടികൾ ഒരു കാലത്ത് ഈ സർവീസ് മേഖലയ്ക്ക് ഇരയാകേണ്ടി വന്നിരുന്നുവെന്നും ഈ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത് എന്നടക്കമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 2016 ഇടത് സർക്കാർ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആർക്കും ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നൊരു ചിന്ത ഈ നാട്ടുകാർക്ക് അടക്കമുണ്ടായിരുന്നു. ഈ നാടിന്റെ പല മേഖലകളിലാകെ തന്നെ തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രോണിക് രംഗത്തടക്കം തന്നെ ഈ നാടിന്റെ ആകെ പിടിച്ചുവെച്ചിരുന്ന കെൽട്രോൺ അടക്കം തകരുന്ന ഒരു ചിത്രത്തിൽ നാടാകെ തകർന്നിരിക്കുകയാണ്. നാടിനെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് ജനങ്ങളടക്കം ചിന്തിച്ചിരുന്ന ഒരു കാലത്താണ് ഇടത് സർക്കാർ അധികാരത്തിൽ വന്നത് എന്നും തുടർന്ന് അങ്ങോട്ട് വികസനങ്ങളായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് നടക്കുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കേരളത്തിന്റെ അഭിവൃദ്ധിക്കും കൂടാതെ ഭാവി വളർച്ചയ്ക്ക് വേണ്ടി ഓരോ സ്ഥാപനവും അല്ലെങ്കിൽ ഓരോ മേഖലയും പ്രവർത്തിച്ചു. കൂടാതെ 2016 LDF സർക്കാർ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാനാണ് ശ്രമിച്ചത്. 2016 മുതൽ തന്നെ ഇതിന്റെ നിരവധിയായിട്ടുള്ള വികസനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ട് എന്നടക്കമാണ് അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കേരളത്തിന്റെ എല്ലാ ഭാഗത്താണെങ്കിലും ഈ വികസനം കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഈ വികസനത്തിന്റെ സ്വാദ് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും അറിയണം അല്ലെങ്കിൽ അനുഭവിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ സാധിച്ചു എന്നടക്കമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. കൂടാതെ തന്നെ പലരും ഈ കേരളം വ്യവസായത്തിന് പറ്റിയ നാടല്ല എന്നടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു പലരുടെയും ചിന്ത. പലരും അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. എന്നാൽ അത് മാറ്റാൻ തങ്ങൾക്ക് സാധിച്ചു എന്നടക്കം തന്നെ അദ്ദേഹം വ്യക്തമാക്കി. ഈ വ്യവസായ രംഗത്ത് മാറേണ്ട ഒന്നായിരുന്നു നോക്കുകൂലി, അതടക്കം തന്നെ മാറ്റിയിട്ടുണ്ട് എന്നും കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സഹായത്തോടെ തന്നെ ആ ഒരു ചിന്ത അടക്കം തന്നെ മാറ്റാൻ തങ്ങൾക്ക് സാധിച്ചു എന്നടക്കമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വ്യവസായ രംഗത്ത് വന്നിരുന്ന പല മാറ്റങ്ങളിലും ഈ സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. മാറ്റങ്ങൾ പലയിടത്തായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നടക്കമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ വ്യവസായങ്ങൾ അല്ലെങ്കിൽ ഈ വ്യവസായ രംഗത്തടക്കം തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും വികസനങ്ങൾ കൊണ്ടുവരുമ്പോഴും ചില രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല ചില മാധ്യമ പ്രവർത്തകർക്കും അത് അശിഷ്ടമായി തീരുന്നുണ്ട് അല്ലെങ്കിൽ എതിർപ്പാകുന്നുണ്ട് എന്നടക്കം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നുണ്ടായിരുന്നു. ആരോഗ്യപരമായിട്ട് മാറ്റങ്ങൾ, പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു. കൂടാതെ തന്നെ ഈ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ തന്നെ ഓരോ ഫയലും
ഓരോ ജീവിതമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇനിയും വേഗത്തിൽ തീരുമാനം ഈ ഫയലുകൾ എടുത്തുകൊണ്ട് പല പ്രാവശ്യം കയറി ഇറങ്ങുന്നത് അതിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. ആവശ്യമായ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നുണ്ട് എന്നും ഭരണത്തിന്റെ സ്വാദ് കേരളത്തിലുള്ള എല്ലാവരും ഭരണത്തിന്റെ സ്വാദ് അറിയണമെന്നടക്കം വേണ്ടി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൂടാതെ തന്നെ ഭരണം എന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി തന്നെ തങ്ങൾ പ്രവർത്തിക്കുമെന്നടക്കമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കെതിരെ നിലവിൽ ഇതുവരെയും അല്ലെങ്കിൽ അഴിമതിക്കാർ എന്നൊരു പരാതി ഇതുവരെയും ഉണ്ടായിട്ടില്ല. ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാരിനെടുക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ നിരവധി ആളുകൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഫയലുമായി കയറി ഇറങ്ങുന്ന ഒരു പ്രവണത ഒഴിവായിട്ടുണ്ട്. വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷമായ ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ചില കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് തടയായി നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതം തടയാനാണ് ഇത് പ്രയത്നം നടത്തുന്നതെന്നും കേന്ദ്രവും സംസ്ഥാനം നടത്തുന്ന പദ്ധതികളടക്കം തന്നെ തടയാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നടക്കമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ കേരളത്തെ ഈ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വായ്പ എടുക്കുന്നത് വരെ തടയുന്ന ഒരു നിലപാട്. കൂടാതെ ഈ ബജറ്റിലെ പണം മാത്രം ഉപയോഗിച്ച് വികസനം നടത്താൻ കേന്ദ്രത്തിന് അല്ലെങ്കിൽ കേരളത്തിന് സാധിക്കില്ല. അതിനാണ് കിഫ്ബിയെ സമീപിച്ചതെന്നും ഈ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ വളരെ വിഷമത്തോടെയാണ് ഈ കേന്ദ്ര സർക്കാർ നോക്കി കാണുന്നത് എന്നടക്കമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ കിഫ്ബിയെ ഉപയോഗിച്ചത് മൂലം തന്നെ കേന്ദ്രം കേരളത്തിന്റെ വായ്പ എടുക്കുന്നത് അടക്കം തടഞ്ഞിരുന്നു. ഈ കാര്യങ്ങളടക്കം തന്നെ രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്രത്തിന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ പെൻഷൻ വിതരണത്തിന്റെ കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. പെൻഷൻ വിതരണം കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്നും അത് കൃത്യമായി തന്നെ കൊടുക്കാൻ തങ്ങൾ ശ്രമിക്കുമെന്നും ഈ കുടിശ്ശിക ഉടനെ തന്നെ കൊടുത്തു തീർക്കുമെന്നും അടക്കമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ശമ്പള പരിഷ്കരണമാണെങ്കിലും ഈ തീരുമാനം ഉണ്ടാകേണ്ട സമയത്ത് തീരുമാനമുണ്ടാകും. അതിലാരും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിരവധി പേർ അതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഒഴിവാക്കണം. തങ്ങൾ കൃത്യമായി തന്നെ ഈ ശമ്പള പരിഷ്കരണം അടക്കം തന്നെ നടത്തും. കേന്ദ്ര സർക്കാർ 10 വർഷത്തിലൊരിക്കലാണ് ഈ ശമ്പള പരിഷ്കരണം നടത്തണമെന്ന് പറഞ്ഞതെങ്കിലും തങ്ങൾ 5 വർഷത്തിലൊരിക്കലായി അത് മാറ്റിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും LDF സർക്കാർ അധികാരത്തിൽ വന്നത് മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്ന് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരുന്ന ഒന്ന് ഈ പാട്ട് തന്നെയായിരുന്നു. സ്തുതിഗീതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സ്തുതിഗീതം പാടുമോ എന്ന കാര്യം തന്നെയായിരുന്നു. എന്നാലും മുഖ്യമന്ത്രിയുടെ സന്നിധിയിൽ ആ സ്തുതിഗീതം പാടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കവെയും ആ പാട്ട് പാടിയിരുന്നു. കൂടാതെ തന്നെ മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുമ്പോഴും സ്തുതിഗീതം ഈ എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലെ പ്രവർത്തകർ വനിതകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന ആളുകളടക്കം തന്നെ ഈ പാട്ടും പാടിയിരുന്നു. ആതിര ഇവിടെ വിവരങ്ങൾ നൽകിയത്.